ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ നാം അറിയാതെ നമ്മിൽ വന്നു ചേരുന്നതാണ് അഹങ്കാരം. ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് വിനയം അല്ലെങ്കിൽ താഴ്മയാണ്. സാത്താൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ചത് അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരം സ്വയം എന്ന ഭാവമാണ്. ഈ അഹങ്കാരം സാത്താൻ മനുഷ്യരിൽ വീണ്ടുവോളം കുത്തിവെച്ച് ഭിന്നതകളും കലഹങ്ങളും ഉണ്ടാക്കുന്നു. കർത്താവിൽ നിന്നും ലഭിച്ചതല്ലാതെ ഒന്നുമില്ല എന്ന ബോധ്യമാണ് താഴ്മ. പൗലോസ് അപ്പോസ്തലന് ഈ ഗുണം ധാരാളമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളോ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? 1 കൊരിന്ത്യർ 4:7. മലമുകളിൽ നിന്ന് താഴ്വരയിലേക്ക് നീർച്ചാലുകൾ ഒഴുകുന്നത് പോലെ വിനയം ഉള്ള ഹൃദയങ്ങളിലേക്ക് ദൈവീക നന്മയും ആത്മീയമായ അനുഗ്രഹങ്ങളും ഒഴുകിയെത്തും. സ്വർഗത്തിന്റെ ഉറവുകൾ തുറക്കപ്പെടുന്നത് താഴ്മയുള്ള ഹൃദയങ്ങളിലാണ്. ഒരു ഭവനത്തിലെ സ്വീകരണമുറി വൃത്തികേടായും അലങ്കോലമായും കിടക്കുകയാണെങ്കിൽ അവിടെ എത്തുന്ന അതിഥികൾക്ക് അധികം നേരം ഇരിക്കുവാൻ തോന്നുകയില്ല. അതിലെ ദുർഗന്ധ നിമിത്തം എത്രയും മുമ്പേ അവിടുന്ന് ഒഴിവാകുവാൻ അവർ ശ്രമിക്കും. താഴ്മയില്ലാത്തവരിൽ നിറഞ്ഞു നിൽക്കുന്നത് അഹങ്കാരത്തിന്റെ ദുർഗന്ധം തന്നെ. അവരിൽ ദൈവീകമായ അനുഗ്രഹങ്ങൾ വസിക്കുകയില്ല. പ്രാവ് ശുദ്ധമായ സ്ഥലം തിരഞ്ഞെടുക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് ശുദ്ധമുള്ള ഹൃദയങ്ങളിലേ വസിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിലെ ആദ്യ പാപം നിഗളമാണ്. വലിയ മാലാഖയെ ഏറ്റവും വലിയ പാപിയാക്കിയത് നിഗളം തന്നെ. നമ്മുടെ ജീവിതത്തിൽ നാം നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ചരിക്കുന്നതും ദൈവകൃപയാലാണ്. ഒരടി മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ദൈവകൃപ കൂടിയേ തീരൂ. പരീക്ഷയിൽ ജയിക്കുവാനും പ്രലോഭനങ്ങളെ തോൽപ്പിക്കുവാനും ദൈവേഷ്ടം ചെയ്യുവാനും വീണു പോകാതിരിപ്പാനും ജീവിത വിജയത്തിനും കൃപ വേണം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യാക്കോബ് 4:6. ദൈവാശ്രയമുള്ളവനാണ് താഴ്മയുള്ളവൻ. താഴ്മയില്ലാത്തവന് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. താഴ്മയുള്ളവനെ അനുസരണവും സൗമ്യതയും ഉണ്ടാവുകയുള്ളൂ. യേശുവിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്ന് മത്തായി സുവിശേഷം 11:29 നാം വായിക്കുന്നു. യഥാർത്ഥമായ താഴ്മയുണ്ടെങ്കിൽ അവർ യേശുവിനെ നോക്കി പറയും, ഞാൻ എത്ര ചെറിയവൻ, ഒരു പാപി, കർത്താവേ നീ എത്ര വലിയവൻ എന്ന്. ഒരു ആത്മീയ പോരാളിയായി ഉയരത്തിൽ എത്തിയപ്പോഴും പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ലഭിച്ചത് സകലതും ഛേദമെന്നെണ്ണി. മാത്രമല്ല, തൻ്റെ അയോഗ്യതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. 1 തീമോഥെയോസ് 1:15. ജീവിതത്തിൽ ലഭിച്ചതെല്ലാം ദൈവകൃപ. ഉയരത്തിൽ നിന്നും ലഭിച്ചതല്ലാതെ നമുക്ക് ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ പറയാം, എല്ലാം ദൈവത്തിൻ്റെ ദാനമെന്ന്. ഇതൊന്നും എൻ്റേതല്ല, എല്ലാം ദൈവം തന്നതാണ്. ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവന നിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇതൊന്നും എൻ്റേതല്ല എന്ന് നമുക്ക് പറയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ
മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com